ഹരി, നിരവധി വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന LDF യോഗത്തിന് ശേഷം ഇനിയിപ്പോൾ സർക്കാരിന്റെ തുടർ നടപടികൾ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അധികം കാലതാമസം ഉണ്ടാകില്ല. 2-3 ദിവസത്തിനുള്ളിൽ DGP റിപ്പോർട്ട് നൽകിയാൽ ഉടനെ അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേരുമോ എന്നുള്ള കാര്യം ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് സംഭവിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങൾ കൂടി. ജിൽസി, പ്രധാനമായിട്ടും ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്ത വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത. പ്രത്യേകിച്ച് ഇന്നലെ LDF യോഗം കഴിഞ്ഞു. LDF യോഗത്തിൽ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് കൊടുത്തത് DGP നടത്തുന്ന ഒരു അന്വേഷണത്തിന് ശേഷം അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകാം ബാക്കി കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അതായത് തൽക്കാലം ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ LDF യോഗത്തിൽ വിശദമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾക്ക് കൃത്യമായ ഒരു എതിർപ്പുണ്ട്. അത് പല രീതിയിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. RJD നേതാവ് വർഗീസ് ജോർജ് ആ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും CP ആണെങ്കിൽ ആ വിഷയത്തിൽ ഒരു നീരസം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരത് പല ഘട്ടങ്ങളിലായി അറിയിക്കുകയും ചെയ്തു. അതായത് ഇന്നലെ പ്രധാനമായിട്ടും LDF യോഗത്തിൽ ഈ വിഷയം അജണ്ടയായിട്ട് ഉൾപ്പെടുത്താത്തതിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി നിലനിന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ RJD ഇടപെട്ടാണ് ആദ്യം ഈ അജണ്ടയിൽ ഈ വിഷയം ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞത്. പിന്നീട് യോഗത്തിൽ CP അടക്കം നിലപാടെടുത്തു. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു ആ നിലപാട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്ന് പറയുന്നത് DGPയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് വളരെ വേഗത്തിൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വരാനാണ് ഘടകകക്ഷികൾ ആലോചിക്കുന്നത്. അതായത് നിലവിൽ ഇവർ പല രീതിയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും CPMന്റെ നിലപാടിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുക്കുന്ന സ്റ്റാൻഡിനോടൊക്കെ തന്നെ അവർക്കുള്ള ഒരു അതൃപ്തി അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. അത് പരസ്യപ്പെടുത്താൻ കൂടി അവർ ആലോചിക്കുന്നുണ്ട്. കാരണം അന്വേഷണം ഇനിയും ഒരുപാട് നീണ്ടുപോകേണ്ട കാര്യമില്ല. വളരെ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയായി ഒരു നടപടിയിലേക്ക് കടക്കണമെന്നുള്ളതാണ് ആവശ്യം. അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ധനമന്ത്രിമാരുടെ കോൺക്ലേവ് ആണ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ 5 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാൽ ഉണ്ട്. കർണാടക റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കൃഷ്ണ ബൈരഗൌഡയാണ് ധനമന്ത്രിക്ക് വേണ്ടി പങ്കെടുക്കുക. പഞ്ചാബ് ധനകാര്യ വകുപ്പ് മന്ത്രി ഹർപാൽ സിംഗ് ചീമ, തമിഴ്നാട് ധനകാര്യ വകുപ്പ് മന്ത്രി തങ്കം തെന്നരസു തുടങ്ങിയ ആളുകളാണ് ഇതിൽ പങ്കെടുക്കുക. അതായത് 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് തന്നെ. ധനകാര്യ കമ്മീഷന് മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സമർപ്പിക്കേണ്ടത്, എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ ഉന്നയിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ കോൺക്ലേവ് ചർച്ചയാവും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാവിലെ 10 മണിയോടുകൂടി യോഗം ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ KSRTCയിലെ ശമ്പളം തന്നെയാണ്. അത് ഒറ്റത്തവണയായി നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും കിട്ടാക്കനിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ പ്രതിപക്ഷ സംഘടനയായ TDF സമരം നടത്തിയിരുന്നു. ഫിനാൻസ് ഓഫീസറെ തടഞ്ഞു വെച്ചായിരുന്നു സമരം. അതിനുശേഷം ഇന്നിപ്പോൾ BMSഉം AITUCയും സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശമ്പളം വിതരണം ചെയ്യാനാകുമെന്നാണ് അറിയിച്ചതെങ്കിൽ പോലും ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലൊക്കെ തന്നെ സമരം ഇവർ തീർക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരത്തെ തുടർച്ചയായി 4 ദിവസത്തോളം തിരുവനന്തപുരം ജനതയ്ക്ക് കുടിവെള്ളം മുട്ടിയ സംഭവം ഉണ്ടായിരുന്നു. അതിൽ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്.